വീണ്ടും ഒരു വാഗമൺ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വാഗമണിൽ അധികം അങ്ങനെ ആരും പറഞ്ഞു കേൾക്കാത്തൊരു സ്ഥലത്തേക്കാണ്. എനിക്ക് തോന്നുന്നത് വാഗമണിൽ വരുന്ന അധികം പേരും ഇതുവരെ പോകാത്തൊരു സ്ഥലമായിരിക്കും. എന്തായാലും നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വാഗമൺ ടൗണിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാട്ടോ വന്നേക്കുന്നത്. ഞാൻ ഇതുവഴിയാട്ടോ വന്നത്. ഇത് നമ്മുടെ പുള്ളിക്കാനത്ത് നിന്ന് വാഗമണിലേക്ക് കിടക്കുന്ന വഴിയാണ്. തൊടുപുഴ മൂലമറ്റത്തു നിന്നൊക്കെ നമുക്ക് ഇതുവഴി കയറി വാഗമണിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് വരുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, റൈറ്റ് പോയാൽ വാഗമണിൻ്റെ ടൗണിൻ്റെ മെയിൻ ഭാഗങ്ങളും പിന്നെ നമ്മുടെ മുട്ടക്കുന്ന് പൈൻവാലിയൊക്കെ പോകുന്നത് ഇവിടുന്ന് റൈറ്റാണ്. നമുക്കിന്ന് പോകേണ്ട നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഉപ്പുതറ റൂട്ടിൽ പോകണേ. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരമാണ് അങ്ങോട്ടേക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പാട്ടോ, നല്ല തണുത്ത കാറ്റും. അങ്ങ് ദൂരെ ആ മലയിൽ നിന്ന് മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടോ. ഒത്തിരി ജീപ്പ് സർവീസ് നടത്തുന്നുണ്ട് പല ഭാഗത്തൊക്കെ ആയിട്ട്. ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടേക്കൊക്കെ പോകാനായിട്ട്. ഞാൻ ഈ ഭാഗത്തേക്ക് അധികം വന്നിട്ടില്ല കേട്ടോ. നമ്മൾ മെയിനായിട്ട് വാഗമണ്ണ് വന്ന് ഈ മുട്ടക്കുന്ന് അങ്ങോട്ടേക്കല്ലേ പോകുന്നത്, അവിടുന്ന് റൈറ്റ് എടുത്ത്. ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ അധികം വന്നിട്ടില്ല. അപ്പോൾ അങ്ങ് ദൂരെ ആ മഞ്ഞൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലം എന്ന് പറയുന്നത് തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് ആ ഒരു ഏരിയയിലൊക്കെ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയേ. നമ്മൾ തിരിഞ്ഞ ഒരു ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ചൊരു 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്കത് കൈജൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാം. കൈജൂണ്ടിയിലെ വസിഷ്ഠാശ്രമത്തിൻ്റെ സമീപമാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. ഈ കവാടത്തിൻ്റെ പുറകിലായിട്ട് വലിയൊരു മലയാണ്. ആ മലയുടെ പേര് കൈജൂണ്ടി മല എന്നാണ് കേട്ടോ. ആ മലയുടെ മേളിലെത്താനായിട്ട് കുറേ പടവുകളൊക്കെ പണിതിട്ടുണ്ട്. ഈ റൂട്ടൊക്കെ പോയിട്ടുള്ളവർ മിക്കവാറും ഈ സ്ഥലത്തെത്തുമ്പോഴത്തേനും ഈ ഒരു കവാടമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഒരു റെഡ് കളറൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും മലയുടെ മേളിലെന്നല്ലേ. അപ്പോൾ ഈ കവാടത്തിന് സമീപമായിട്ട് കാണുന്നതാണ് വസിഷ്ഠാശ്രമം. ഇത് ആശ്രമത്തിന് പുറമെ ഇതൊരു യോഗ സെൻറ്ററും ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ കൂടിയാണ് കേട്ടോ. ഈ ആശ്രമത്തിനൊപ്പം തന്നെ കൈജൂണ്ടിയിൽ ഈ പ്രദേശം കുറേ ക്ഷേത്ര സമുച്ചയങ്ങൾക്ക് പേര് കേട്ടതാണ്. അതിൽ തന്നെ ഈ മലയുടെ ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന അരുന്ധതി വസിഷ്ഠ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ കോട്ടമലയ്ക്ക് പോകാം. നേരെ കിടക്കുന്ന വഴിയാണ്, ആ മെയിൻ റോഡാണ് ഉപ്പുതറ കട്ടപ്പന ഇടുക്കിക്കൊക്കെ പോകുന്നത്. ഇതൊരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. അതും ഒരു ആശ്രമത്തിൻ്റെ ഒരു മാതൃകയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കവാടം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പം ആദ്യമേ തന്നെ കാണുന്ന ഒരു ക്ഷേത്രമാണ്. ഗണപതിനെ പ്രതിഷ്ഠിച്ചേക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഒരു ചെറിയൊരു ഫൗണ്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് നഗ്നപാതനായിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ഈ ക്ഷേത്ര ആശ്രമമൊക്കെ പൗർണമി ദിനത്തിൽ മാത്രമാണ് ഇങ്ങനെ നടയൊക്കെ തുറക്കുകയുള്ളൂ. ഫുൾ മൂൺ ഡേയിൽ മാത്രം. നമുക്കിതിലെ കുറേ സ്റ്റെപ്പ് വന്നിട്ടൊക്കെ കാണാം. അത് അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്കാണ് ചെന്ന് അവസാനിക്കുന്നത്. മഴ പെയ്തുകൊണ്ട് നന്നായിട്ട് തെന്നുന്നുണ്ട് ഈ സ്റ്റെപ്പൊക്കെ. അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമാണ് നമ്മൾ കയറിയേക്കുന്നത്. അപ്പോൾ തന്നെയുള്ളൊരു വ്യൂ നോക്കിയാൽ ഇവിടുന്ന് കണ്ടോ. ആ സ്റ്റെപ്പ് കയറി നേരെ ഈ അമ്പലത്തിൻ്റെ മുന്നിലേക്കാണ് വരുന്നത്. മുരുകനാണ് ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ. വീണ്ടും നമുക്ക് മേളിലേക്ക് ഇങ്ങനെ കിടക്കുവാണ് പടവുകൾ. ഇതൊരു തേയിലത്തോട്ടം കേട്ടോ. ആ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് ഈ പടവുകളെല്ലാം പണിതിട്ടേക്കുന്നത്. നന്നായിട്ട് കാല് വഴുകുന്നുണ്ട്. സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മൊത്തം പായലൊക്കെ പിടിച്ച്. ഇത് വലിയൊരു മലയുടെ മേളിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു 1% പോലും നമ്മളിപ്പോൾ കയറിയിട്ടില്ല. ഇപ്പം തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ താഴേക്ക് അടിപൊളിയല്ലേ. കുറേ മലകളും തേയിലത്തോട്ടങ്ങളും ആ റോഡങ്ങനെ വളഞ്ഞു കിടക്കണുണ്ടോ. ഈ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുകയാണേ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ്, അല്ലാതെ തന്നെ നല്ല മഞ്ഞും തണുപ്പൊക്കെയാണ്. ഓൾറെഡി നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ. അതിനിടയ്ക്ക് മഴയും കൂടെ വരുമ്പോഴത്തേനും ഭയങ്കര പാടാണ്. അതുപോലെയാണ് പായൽ കിടക്കുന്നത്. കാരണം എപ്പോഴും ആളുകൾ ഇതിൽ സഞ്ചരിക്കുന്ന ഒരു വഴിയല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം മിക്കവാറും. ഈ സ്റ്റെപ്പ് വഴി അല്ലാതെ വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞേ ആശ്രമത്തിലെത്താനായിട്ട്. വാഹനങ്ങളൊക്കെ മുകളിലേക്ക് വരുന്ന വഴിയുണ്ട് വേറെ. എന്തായാലും ഇതിലെ പോകുമ്പം നടന്നു പോകുമ്പോഴാണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഉണ്ട്. ഈ മലയുടെ ദൃശ്യഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ നടക്കാമല്ലോ. അടിപൊളി. ആ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പിന്നിട്ട് ഇനി മുകളിലേക്ക് വഴിയാണ്. ഇതുണ്ടോ, നല്ല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഈ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കി നിൽക്കുമ്പം കുറച്ച് നേരം ഒന്ന് വെയിൽ കണ്ടോ. ഇപ്പോൾ വെയിൽ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെയിൽ മാറി അന്തരീക്ഷം മൊത്തം കറുത്ത് ഇരുണ്ട് വരും. ഇടയ്ക്ക് ചെറിയ മഴ പൊടിക്കും. അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. ഇപ്പോൾ കോട ഇങ്ങനെ മാറി നിൽക്കുന്ന സമയമായതുകൊണ്ട് താഴെ ഒരു ഏരിയയൊക്കെ കംപ്ലീറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാം ഇവിടുന്ന്. MMJ പ്ലാന്റേഷൻ്റെ തോട്ടങ്ങളാണ് അങ്ങ് താഴെ ആ താഴ്വാരത്ത് കാണുന്നത്. കുറേ വീടുകളും കണ്ടോ. അപ്പോൾ ആ ഒരു പ്രദേശമൊക്കെ മൊത്തം മഞ്ഞ് വന്ന് മൂടും കേട്ടോ.
താഴെ ഒന്നും കാണത്തില്ല കേട്ടോ, മൊത്തം കോട മുങ്ങിപ്പോയി. കംപ്ലീറ്റ് കോടയായി, ഒന്നും കാണത്തില്ല താഴെ. അതിനിടയ്ക്ക് എന്നാ കാറ്റാന്ന് നോക്കേ. വസിഷ്ഠ മഹർഷിയുടെയും അരുന്ധതി ദേവിയുടെയൊക്കെ റിലീഫ് വർക്ക് സിമെൻറ്റിൽ ചെയ്തേക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. പൗർണമി ദിനത്തിൽ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് തുറക്കുന്നത്. നമുക്കിവിടെ ഇരിക്കാനൊക്കെ ഇങ്ങനെ കുറേ അങ്ങനെ സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ കയറി സമാധാനത്തോടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാം കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു ആംബിയൻസ് ആണേ. ആരുമില്ല കേട്ടോ, മനുഷ്യനുമില്ല, മൃഗങ്ങളുമില്ല. ഞാൻ വന്ന സമയത്ത് ഈ മലയിൽ വരയാടിനെ കണ്ടായിരുന്നു കേട്ടോ. വരയാടാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അകലേന്ന് ആയതുകൊണ്ട് കറക്റ്റ് മനസ്സിലായില്ല. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ മനുഷ്യൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ വരുന്ന അടുത്തേക്ക് വരില്ല, നമുക്കങ്ങനെ അടുത്തൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ഈ കാട്ടിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, എൻ്റെ പൊന്നു. അവിടെ ഒരു സർപ്പത്തറ, പിന്നെ അവിടെ താഴെ ഒരു കെട്ടിടം കാണാം. എനിക്ക് തോന്നണം ഈ ആശ്രമത്തിൻ്റെ ഇതിനോടനുബന്ധിച്ചുള്ള ഓഫീസോ ക്വാർട്ടേഴ്സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം അങ്ങോട്ടേക്ക് പോകാനായിട്ടൊരു വഴിയൊക്കെ ഉണ്ടോ? എന്താ കാറ്റാന്ന് നോക്കി. അപ്പോൾ എനിക്ക് തോന്നണേ നമ്മൾ കയറി വന്ന സ്റ്റെപ്പ് മാത്രമല്ല, വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് കയറി വരാനായിട്ട് കണ്ടോ, വാഹനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന വഴിയുണ്ട്. ഇതിവിടെ താമസിക്കാനൊക്കെ ആയിട്ട് പണിതേക്കുന്നതായിരിക്കും മിക്കവാറും. ഇതൊന്നും ആരെയും കാണുന്നില്ല കേട്ടോ. ഈ ക്യാമറയുടെ ലെൻസിൽ മൊത്തം ഫോഗ് പിടിച്ചേക്കുവാണേ. ഈ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷനിലൊരു ഭംഗിയൊന്നുമില്ല കേട്ടോ. ക്യാമറ ഒട്ടും ഹീറ്റാവുന്നില്ല, ഇത്ര തണുപ്പായതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഫോഗ് അങ്ങനെ തന്നെ പോകാതെ നിൽക്കുവാണ്. നമ്മുടെ ഇവിടെ ഒരു സർപ്പത്തറയുണ്ട്. ഇവിടെ ചെരുപ്പിടാൻ വന്നുകൊണ്ടേ മൊത്തം തൊട്ടാവാടിയാണ്, കാല് മൊത്തം തറച്ച് കയറിയിട്ടുണ്ട് മൊത്തം. അതെ കേട്ടോ, ഈ പുല്ലിൻ്റെ അകത്തോടെ. ഇവിടെയൊക്കെ ഒത്തിരി പശുക്കളും മേയുന്നൊരു സ്ഥലമാണ് കേട്ടോ. ചാണകം പല സ്ഥലത്തായിട്ട് കിടക്കുന്നുണ്ട്. ഈ ക്ഷേത്രവും പിന്നെ ഒരു സർപ്പത്തറയും മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ആശ്രമത്തിൻ്റെ ഭാഗമായിട്ട്. പിന്നെ നമ്മൾ കണ്ട ആ കെട്ടിടങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ വാഗമണ്ണ് വന്നിട്ട് വസിഷ്ഠാശ്രമം എവിടെയെന്ന് വെച്ചാൽ പലർക്കും അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പേരറിയാത്തതുകൊണ്ടായിരിക്കും. ഈ മലയുടെ മേളിലേക്ക് കുറേ സ്റ്റെപ്പ് വന്നിട്ടേക്കണ സ്ഥലം എവിടെയെന്ന് വെച്ചപ്പോഴാണ് അവർക്ക് കാര്യം പിടി കിട്ടിയത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ലൊക്കേഷൻ എല്ലാം ഗൂഗിളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാഗമണ്ണ് വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വരിക കേട്ടോ. ഈ തനിച്ചൊക്കെ ഇരിക്കാൻ ആഗ്രഹമുള്ളവർ കാണല്ലേ, സമാധാനത്തോടെ. അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നല്ല അന്തരീക്ഷമാണ്. വേറെ ആരും ഇല്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ അല്ലാതെ വേറെ ഒരു മനുഷ്യനും ഇവിടെ ഞാൻ വേറെ ആരെയും കണ്ടില്ല. മനുഷ്യരും ഇല്ല, മൃഗങ്ങളും ഇല്ല. നല്ലൊരു ആംബിയൻസാണ് ആശ്രമത്തിൻ്റെ ഒരു അന്തരീക്ഷവും. ഈ വായനാശീലമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല ബുക്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതൊക്കെ വായിച്ചുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ക്ലൈമറ്റ് ഒന്നും പറയാനില്ല. ക്ലൈമറ്റും ഈ ഒരു പ്രകൃതിയുടെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അടിപൊളിയാണ് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ആശ്രമം ഇവിടെ വളരെ പണ്ട് മുതലേ ഉള്ളതാണ് കേട്ടോ. 2005 ആ ഒരു കാലഘട്ടം മുതലാണ് ഇതിൻ്റെ കൂടുതലും ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ ഇത്രയും വിപുലമായിട്ട് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവൃത്തികളൊക്കെ തീർന്നിട്ടില്ല കേട്ടോ. ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് വലിയൊരു ക്ഷേത്ര സമുച്ചയമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വലിയൊരു സ്റ്റാച്ചു ഇതിൻ്റെ മേളിൽ പണിയാനുള്ളൊരു ഉദ്ദേശം ഇവിടെ ഉണ്ട്, ശിവൻ്റെ. നമസ്കാരം. ഇത് അരുന്ധതി വസിഷ്ഠ ആശ്രമമാണ്. ഇവിടെ പ്രധാനമായും നടക്കുന്നത് യോഗ പരിശീലനമാണ്. അത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും അതുപോലെ നമ്മുടെ സ്വദേശികളായും വിദേശികളായും ഉള്ള ആൾക്കാർക്ക് നമ്മൾ യോഗ പരിശീലനം കൊടുക്കുന്ന സ്ഥാപനമാണ്. നമ്മളിപ്പോൾ ഒരു വസിഷ്ഠ അരുന്ധതി ആശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പം ഈ യോഗ ആശ്രമം ഇവിടെ നടത്തുന്നത്. ഈ അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 3 അമ്പലങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് ആദ്യം കാണുന്ന ഈ അമ്പലം എന്ന് പറയുന്നത് ഗണപതിയുടെ അമ്പലമാണ്, ഗണപതി പ്രതിഷ്ഠയാണ്. അതുപോലെ തന്നെ മുകളിൽ മുരുക ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് അമ്പലം വരുന്നത് ഏകദേശം 700 സ്റ്റെപ്പുകൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അരുന്ധതി വസിഷ്ഠ ടെമ്പിളാണ് ഏറ്റവും മുകളിലുള്ളത്. വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ പൗർണമി നാളുകളിലും അമ്പലങ്ങളുടെ നട തുറന്ന് പൂജ നടത്തി വരുന്നു. അതുപോലെ ഇനി ഞങ്ങളുടെ അടുത്ത പദ്ധതി എന്ന് പറയുന്നത് 132 അടി പൊക്കമുള്ള പൂർണ്ണ ശിവകായ പ്രതിമ ഏകദേശം അരുന്ധതി വസിഷ്ഠ അമ്പലത്തിൻ്റെ സമീപത്തായിട്ട് അത് പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും പൊക്കമുള്ള ശിവകായ പ്രതിമ, പൂർണ്ണ ശിവകായ പ്രതിമ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ആശ്രമത്തിൻ്റെ താഴേക്ക് വന്നേ. ഇവിടെ വേറെ ഒരു കാഴ്ചയുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കോട്ടമലയ്ക്ക് പോകുന്ന വഴിയാണേ.
MMJ പ്ലാന്റേഷൻസ് ആട്ടോ. അപ്പോൾ ഈ ഹൈ റേഞ്ചിൽ ആദ്യകാലത്ത് തേയില വ്യവസായം തുടങ്ങുന്ന ഒരു കമ്പനിയാണ് MMJ പ്ലാന്റേഷൻസ്. അതുപോലെ തന്നെ നമ്മുടെ ഏലപ്പാറിലുള്ള ടൈഫോഡ് എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പ്ലാന്റേഷനിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പണ്ട് ജോലി ചെയ്യുന്നവരൊക്കെ മരിച്ചു കഴിയുമ്പോഴത്തേനും അവരെ അടക്കം ചെയ്യുന്ന ഒരു ശവപ്പറമ്പാണ് ഈ കാണുന്നത് കേട്ടോ. മൊത്തം കാട് മൂടിയ നിലയിലാണ്. ഇവിടെ ഒരുപാട് ശവകുടീരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഇവിടെ നോക്കേ, ഇതിൻ്റെ അകത്തൊരു കല്ലറ, അത് കണ്ടോ? അതിനൊരു എന്താ പറയുക, ചുറ്റുമതിലൊക്കെ പണിത് വെച്ചേക്കുന്നതാണ്. ചെയ്യുന്നുണ്ടോ? ഈ മതിലിൻ്റെ അകത്താണ് ആ കല്ലറ ഇരിക്കുന്നത്. നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം കേട്ടോ. ഈ കല്ലറ ഏതോ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ബാക്കി കല്ലറകളെല്ലാം ചുമ്മാ പറമ്പിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇതിനു വേണ്ടി പ്രത്യേക ഒരു ഇതുണ്ടോ, ചുറ്റുമതിൽ പോലെയൊക്കെ നിർമ്മിച്ച് ഷേപ്പിൽ. പക്ഷേ അത് മൊത്തം കാടും പിടിച്ചങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ആ കാറ്റിൻ്റെ ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു ശബ്ദവും. ഈ പറമ്പ് മൊത്തം അതേട്ടോ ആളുകളെ അടക്കി വയ്ക്കുന്നതാണ്. ഇവിടെയൊക്കെ കല്ലറകൾ കാണാം കേട്ടോ നമുക്ക്. ഇത് കണ്ടോ, ആ കാണുന്നൊക്കെ ഒരു കല്ലറയാണ്. ഇതൊക്കെ അതെ ഇവിടെ അതെ. ദൈവമേ, അതിന് നടുക്കോടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കയറി ചവിട്ടുന്നതൊക്കെ മിക്കവാറും ഈ അടക്കം ചെയ്തേക്കുന്നത് അതിൻ്റെ മുകളിലായിരിക്കും. എന്തോരം കല്ലറകളാണെന്ന് നോക്കി. ഇത് വലിയൊരു ശവപ്പറമ്പ് തന്നെയാണേ. അങ്ങ് കയറി കഴിഞ്ഞാലൊക്കെ അതെ, മൊത്തം അതെ കേട്ടോ. ഇവിടെയൊക്കെ മെഴുകുതിരിയൊക്കെ കത്തിച്ചതിൻ്റെ അടയാളങ്ങളൊക്കെ കാണാം. ഉണ്ട്, അതൊരു കല്ലറയാണ്. ആ മേളിൽ ഇതേ ഉണ്ട്. ഈ കാണുന്നൊക്കെ അതെ കേട്ടോ. മൊത്തം കാട് പിടിച്ച് കിടക്കണോണ്ട് നമുക്ക് അത് കറക്റ്റ് മനസ്സിലാവില്ല. ഇത് ഈ ഇടയ്ക്കെങ്ങാണ്ട് ചെയ്ത പോലെ ഉണ്ട് കണ്ടിട്ട്. പേരൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ST കറുപ്പസ്വാമി, KK കൊച്ചുകുഞ്ഞ്. മരണപ്പെട്ട വർഷം ക്ലിയർ അല്ല കേട്ടോ. 87 തോന്നുന്നു. ക്ലിയർ അല്ല, മൊത്തം പായൽ പിടിച്ച് പോയിട്ടുണ്ടേ. അപ്പോൾ ഈ എസ്റ്റേറ്റ് തുടങ്ങിയ കാലം മുതലേ ഉള്ളതായിരിക്കും കേട്ടോ ഈ ഒരു പ്രദേശം. എസ്റ്റേറ്റിൻ്റെ തന്നെ സ്ഥലത്താണ് ഈ കാണുന്ന കല്ലറകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ തോട്ടത്തിലൊക്കെ ജോലി ചെയ്യാൻ വന്നിരുന്ന ആദ്യകാലത്തൊക്കെ വന്നിരുന്ന തൊഴിലാളികൾ കൂടുതൽ പേരും തമിഴ് വംശജരൊക്കെയായിരുന്നു. അടക്കാനൊക്കെ ആയിട്ട് പൊതുവായിട്ടൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും എസ്റ്റേറ്റ് തന്നെ അവരുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ഈ മൃതദേഹങ്ങളൊക്കെ അടക്കം ചെയ്തിരിക്കുന്നത്. എന്നാലും ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ ഒരു കല്ലറകളെല്ലാം നിലകൊള്ളുന്ന ഈ ഒരു സ്ഥലം പൊതുവായ ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇവിടെ അന്തിനന്തിരെ കൊള്ളുന്ന ആളുകൾക്ക് അവർക്ക് ജാതിയില്ല, മതമില്ല, എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ആ വലിയ മലയുടെ മേളിൽ നിന്നാണ് ഇറങ്ങി വന്നത്. ഇവിടെ നോക്കുമ്പോൾ ഒത്തിരി ദൂരം ഫീൽ, അതായത് ഒരുപാട് ടൈം വേണമെന്ന് തോന്നുന്നുണ്ട് നമുക്ക് മേളിൽ ചെല്ലാനായിട്ട്. പക്ഷേ അത്രയും ഒരു സമയമൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് മേളിൽ ഈ സ്റ്റെപ്പ് കയറി തീരും. വലിയ പ്രയാസമൊന്നും ഇല്ലാതെ മേളിലെത്താം. ആ മേളിൽ നിന്നാലും നമുക്ക് നല്ല വലിയൊരു പ്രദേശം കാണാനായിട്ട് സാധിക്കും. ഈ കല്ലറയൊക്കെ നല്ല വ്യക്തമായിട്ട് ആ മേളിൽ നിന്നാലും കാണാൻ പറ്റും കേട്ടോ. മഴ വീണ്ടും നമുക്ക് പണി തരുവാണേ. ഒരു 10 മിനിറ്റ് തുറന്ന് കിട്ടിയാൽ അടുത്ത 10 മിനിറ്റ് മഴ. ഏറെ വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ ക്യാമറയുടെ ലെൻസിൻ്റെ ഇത് ഫോഗ് പിടിച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു മൂഡ് മൊത്തം പോയി. ഇനി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതേ മഴ ശക്തി പ്രാപിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. തുടർന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.